കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഡിയർ ലേണേഴ്സ്, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 4.0. ഇന്ന് നമ്മൾ ഇഗ്നോ ഫോക്കസ് 4.0 അതായത് ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് സീരീസിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് BEGC 107 ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ സെക്കൻഡ് ഇയർ BA ഇംഗ്ലീഷിന് വരുന്ന കോർ പേപ്പറുകളിൽ ഒന്നായിട്ടുള്ള ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമയുടെ പ്രീവിയസ് ഇയർ ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സീരീസ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഈ ഒരു സീരീസിന്റെ എയിം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ കുറച്ചും കൂടി ഡീപ്പായിട്ടും ഇഫക്റ്റീവ് ആയിട്ടും നമ്മുടെ റിവിഷൻ പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രസന്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഹൈ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ്, ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ്, ബ്ലോക്സ്, യൂണിറ്റ്സ് അത് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ച് ഇഗ്നോ എക്സാംസിൽ എക്സലന്റ് സ്കോറോട് കൂടി പാസ്സാവുക എന്ന ഒരു ഒബ്ജക്റ്റീവോട് കൂടിയിട്ടാണ് നമ്മൾ ഇഗ്നോ ഫോക്കസ് 4.0 എന്നുള്ള ഈ സീരീസ് ചെയ്യുന്നത്. അപ്പോൾ ആസ് ഓൾറെഡി ഇൻഫോംഡ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ BEGC 107 ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ എന്നുള്ള ഈ പേപ്പറിലെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന ടോപ്പിക്, യൂണിറ്റ്, അതുപോലെ തന്നെ ബ്ലോക്സ് ഏതൊക്കെയാണ് അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. വിഷ്വലി മാപ്പ്, പൈ ചാർട്ട്, ബാർ ഗ്രാഫിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇത് പ്രസന്റ് ചെയ്ത് തരികയാണ്. ഇത് നിങ്ങളുടെ സ്റ്റഡീസ് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആവാനും റിവിഷൻ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ BEGC 107 എന്നുള്ള ഈ പേപ്പറിന്റെ ബ്ലോക്സ്, യൂണിറ്റ്സ്, എക്സാം റെലവെന്റ് ടോപ്പിക്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസ്, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ഉണ്ട്, നമുക്കറിയാലോ. essay ടൈപ്പ് ഉണ്ട്, ഷോർട്ട് ആൻസർ ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് നടത്തുന്നുണ്ട്. അതുപോലെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, വരാൻ സാധ്യതയുള്ള ടോപ്പിക് ഏതൊക്കെയാണ് എന്നുള്ള ഒരു സാധ്യത, പ്രോബബിലിറ്റി, അതുപോലെ തന്നെ ഒരു പ്രഡിക്ഷൻ നമ്മൾ നടത്തുന്നുണ്ട്. ജൂൺ 2025, അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു എക്സാമിന് BEGC 107 എന്നുള്ള ഈ പേപ്പറിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു മോക്ക് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ പ്രസന്റേഷനിൽ നിങ്ങൾക്ക് കാണാം, വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം, മോഡൽ ആൻസർ ആൻഡ് മാർക്കിംഗ് സ്കീം, ഈ കൊടുത്തിട്ടുള്ള മോഡൽ അല്ലെങ്കിൽ മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ, മോഡൽ ആൻസർ, അതുപോലെ തന്നെ മാർക്കിംഗ് സ്കീമും നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ കാണാൻ സാധിക്കുന്നതാണ്. ആൻഡ് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഈ പ്രസന്റേഷൻ തയ്യാറാക്കിയിരിക്കുന്നത്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിസിലാണ് ഈ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് മോട്ടിവേഷൻ ടെക്നിക്സും സ്ട്രാറ്റജീസും കൂടി ഈ ഒരു പ്രസന്റേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Now coming to syllabus mapping, നമുക്ക് ഇവിടെ കാണാം ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. ഇവിടെ നമുക്ക് X ആക്സിസിൽ കാണാം ബ്ലോക്ക് 1 to 4, അതുപോലെ തന്നെ Y ആക്സിസിൽ കാണാം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക്. ഓരോ ബ്ലോക്കിലും ചോദിച്ചിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ബ്ലോക്ക് 1ൽ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ബ്ലോക്ക് 1ലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. സോ ബ്ലോക്ക് 1 കൺസിസ്റ്റന്റ്ലി റിസീവ്സ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് എക്സാം ക്വസ്റ്റ്യൻസ്. എസ്പെഷ്യലി നമുക്കറിയാം ബ്ലോക്ക് 1ൽ വന്നിരിക്കുന്ന ഡച്ചസ് ഓഫ് മാൽഫി, അതുപോലെ തന്നെ ജാക്കോബിയൻ ഡ്രാമ എന്താണ്, അല്ലെങ്കിൽ ജാക്കോബിയൻ ഡ്രാമയെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. സോ ബ്ലോക്ക് 1 ആണ് ഹൈ പ്രയോറിറ്റിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്.
ഇനി നമുക്ക് ഒരു കോംപ്രഹെൻസീവ് ടേബിൾ ആണ്. ഓരോ ബ്ലോക്കും യൂണിറ്റും അതിലെ ടോപ്പിക്കും അത് എത്ര തവണ ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ചിട്ടും പിന്നെ റെലവൻസ് അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എത്രത്തോളമാണ്, ഹൈ ആണോ മീഡിയം ആണോ ലോ ആണോ എന്നതിനെ കുറിച്ചിട്ടും നമുക്ക് നോക്കാം. കമ്മിങ് ടു ബ്ലോക്ക് 1, യൂണിറ്റ് 1, ടോപ്പിക് ജാക്കോബിയൻ ഡ്രാമ ഫീച്ചേഴ്സ് ഇൻഫ്ലുവൻസ്. ഈ ഒരു പ്രത്യേക ടോപ്പിക് 14 ടൈംസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. സോ ദ റെലവൻസ് ഇസ് ഹൈ. Now the same block 1, unit 1, ഷേക്സ്പീരിയൻ ഓർ മാർലോവിയൻ ട്രാജഡി. ഈ ഒരു ടോപ്പിക് 13 തവണയാണ് ചോദ്യപേപ്പറുകളിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ആൻഡ് ദ റെലവൻസ് ഇസ് ഹൈ. Again block 1, unit 2, റിവെഞ്ച് പ്ലേസ് ട്രാജിക് എലമെന്റ്സ് അപ്പിയറൻസസ് 11 ടൈംസ്. 11 തവണയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. റെലവൻസ് ഹൈ റെലവൻസ്. Now coming to block 1, unit 3, themes in the Duchess of Malfi, appearances 12 times, high priority or high relevance. Now coming to the same block 1, unit 4, character analysis ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡച്ചസ്, ബൊസോള, ഫെർഡിനൻഡ് ഇവരുടെ മൂന്നുപേരുടെയും ക്യാരക്ടർ അനാലിസിസ് 17 ടൈംസ് ആണ് ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ളത്. സോ അഗെയിൻ റെലവൻസ് ഹൈ റെലവൻസ്. Now next block 2. Block 2, unit 1, metaphysical or cavalier poet 17th century 8 times, medium relevance. Block 2, unit 2, Milton's life or works 5 times ആണ് appear ചെയ്തിരിക്കുന്നത്. relevance medium. Now block 2, unit 3, Lycidas pastoral elegy themes 13 times ആണ്. so high relevance. Now block 2, unit 3, sonnet 90, blindness imagery 8 times, medium relevance. Block 2, unit 4, L'Allegro al Penseroso allegory 10 times, high relevance. Block 3, unit 1, Dryden's life satirical method 5 times, medium relevance. Block 3, unit 2, MacFlecknoe humor satire 9 times ആണ് appear ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ, medium relevance. Now again block 3, unit 3, MacFlecknoe analysis themes 8 times ആണ് appear ചെയ്തിരിക്കുന്നത്, medium relevance. Block 3, unit 4, poetic diction satire as genre 6 times ആണ് medium relevance. Again next block 4, unit 1, pop 18th century literary scenes 6 times ആണ് appear ചെയ്തിരിക്കുന്നത് and medium relevance. Now coming to again block 4, unit 2, pop's work rape of the lock epic 7 times ആണ് medium relevance. Now block 4, unit 3, mock epic satire epic conventions 9 times ആണ് appear ചെയ്തിരിക്കുന്നത്, medium relevance. Again block 4, unit 4, characters society satirical style 6 times ആണ് appear ചെയ്തിരിക്കുന്നത്, medium relevance. So ഇവിടെ ഹൈ റെലവൻസ് എന്ന് പറയുന്നത് മോർ ദാൻ 10 ടൈംസ് അല്ലെങ്കിൽ മോർ ദാൻ 10 appearances 10ലും കൂടുതൽ തവണ എക്സാം പേപ്പറിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതിനെയാണ് ഹൈ റെലവൻസ് കൊടുത്തിരിക്കുന്നത്. മീഡിയം റെലവൻസ് മീൻസ് 5 to 9 ടൈംസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ മീഡിയം റെലവൻസ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ലോ റെലവൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 5 ടൈംസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പിയർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ലോ റെലവൻസ് എന്ന് കൊടുത്തിരിക്കുന്നത്. എഗെയിൻ ആ പറഞ്ഞ കാര്യം തന്നെ നമ്മളൊരു ഹീറ്റ് മാപ്പ് സമ്മറി ഇവിടെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 എത്ര തവണ, യൂണിറ്റ് 2 എത്ര തവണ, യൂണിറ്റ് 3 എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹൈ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രേറ്റർ ദാൻ 10 മോർ ദാൻ 10 ടൈംസ് ചോദ്യപേപ്പറിൽ വന്നതിനാണ് ഹൈ റെലവൻസ് കൊടുത്തിരിക്കുന്നത്. മീഡിയം റെലവൻസ് മീൻസ് 5 മുതൽ 9 തവണ ചോദ്യപേപ്പറുകളിൽ വന്നതിനെ തുടർന്ന് അതിന് നമ്മൾ മീഡിയം റെലവൻസ് കൊടുത്തിട്ടുണ്ട്. ലോ റെലവൻസ് മീൻസ് ലെസ് ദാൻ 5 ടൈംസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതിനെയാണ് നമ്മൾ ലോ എന്ന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ബ്ലോക്ക് 1 ഏറ്റവും കൂടുതൽ ചോദ്യം. ഇതാണ് ഡാർക്കസ്റ്റ് സെൽ അല്ലെങ്കിൽ ഡാർക്ക് കളറിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം.
ഇഗ്നു നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. Now, block 2 എന്ന് പറയുന്നത് has a strong representation in units 3 and 4. ബ്ലോക്ക് 2-ല് യൂണിറ്റ് 3-ലും 4-ലും ആണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ നമ്മൾ കമ്പാരിറ്റീവ്ലി ഒരു സ്ട്രോങ് റെലവൻസ് കൊടുക്കണം യൂണിറ്റ് 3-നും 4-നും. ഇനി ബ്ലോക്ക് 3 and 4 മീഡിയം ടു ലോ പ്രയോറിറ്റി അല്ലെങ്കിൽ റെലവൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് കാണാം യൂണിറ്റ് 1 അല്ലെങ്കിൽ ബ്ലോക്ക് 1-ലാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിരിക്കുന്നത്. ബ്ലോക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബ്ലോക്ക് 1-ലാണ്. ബ്ലോക്ക് 2-ന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണിറ്റ് 3, യൂണിറ്റ് 4-നാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഡാർക്ക് കളറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ ഹൈ റെലവൻസ് എന്ന് നമുക്ക് പറയാം. ഇനി ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ്. ടോപ്പ് 3 ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ക്യാരക്ടർ അനാലിസിസ് ഇൻ ദ ഡച്ചസ് ഓഫ് മാൽഫി. 17 ടൈംസ് ആണ് ചോദ്യ പേപ്പറിൽ വന്നിരിക്കുന്നത്. ഓൾവേസ് സെക്ഷൻ സിയിലാണ് ഇത് കാണുക. സെക്ഷൻ സി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എസ് എ പാർട്ടാണ്. അതുകൊണ്ട് തന്നെ ക്യാരക്ടർ അനാലിസിസ് ഇൻ ദ ഡച്ചസ് ഓഫ് മാൽഫി എന്ന് പറയുന്നത് ഒരു ഹൈ റെലവെന്റ് ടോപ്പിക്കാണ്. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഇസ് ജാക്കോബിയൻ ഓർ ട്രാജിക് ഡ്രാമ ഫീച്ചേഴ്സ്. അത് 14 ടൈംസ് ആണ് ചോദ്യ പേപ്പറിൽ വന്നിരിക്കുന്നത്. ഇത് ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കാറ്. സോ ഈ ഒരു ടോപ്പിക്കും ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് തേർഡ് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പാസ്റ്ററൽ എലജി ആൻഡ് തീംസ് ഇൻ ലിസിഡാസ്. 13 ടൈംസ് ആണ് ചോദ്യ പേപ്പറിൽ വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് ഒരു ഹൈ ഹീൽഡ് ടോപ്പിക് തന്നെയാണ്. ഈ ടോപ്പിക്സിനെല്ലാം നമ്മൾ ഹൈ പ്രയോറിറ്റി കൊടുത്തിട്ട് തന്നെ പഠിക്കണം. കാരണം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പം നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് ആണ് ഈ 3 ടോപ്പിക്സ് എന്നാണ്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. നമുക്കറിയാം ജൂൺ 2022 തൊട്ട് ഡിസംബർ 2024 വരെ നടന്നിട്ടുള്ള മെയിൻ ഓൾ ടേം ആൻഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിലാണ് നമ്മൾ ഇത് ഈ ഒരു അനാലിസിസ് നടത്തുന്നത്. അതിൽ തന്നെ നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആണ് നമുക്ക് ഇഗ്നോയിൽ ചോദിക്കാറുള്ളത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ പാറ്റേൺസ്. ഫോർ എക്സാമ്പിൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ക്യാരക്ടർ അല്ലെങ്കിൽ തീം അനാലിസിസ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, മീഡിയം ലെങ്ത് എസ്സേസ് അല്ലെങ്കിൽ ആൻസേഴ്സ് വരുന്ന ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് നമ്മൾ ഏതൊക്കെയാണോ അതിന്റെ മാർക്ക്, അതേപോലെ തന്നെ എത്ര വേർഡ് ലിമിറ്റിൽ നമ്മൾ ആൻസർ എഴുതണം എന്നുള്ള രീതിയിൽ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ആണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഫോർമാറ്റ് ഷോർട്ട് നോട്ട്സ്. ഷോർട്ട് നോട്ട്സ് ടിപ്പിക്കലി 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാറ്. 100 വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. അതേപോലെ മീഡിയം ലെങ്ത് എസ്സേസ് അല്ലെങ്കിൽ മീഡിയം ലെങ്ത് ആൻസേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 10 മാർക്സിനാണ് ഈ ക്വസ്റ്റ്യൻസ് വരിക. 200 to 250 വേർഡ്സിൽ വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. നെക്സ്റ്റ് ലോങ് എസ്സേ അല്ലെങ്കിൽ അനാലിസിസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. 20 മാർക്സിനാണ് ഇത് ചോദിക്കുക. സോ 350 to 400 അല്ലെങ്കിൽ 500 വേർഡ്സിൽ നമുക്ക് ആൻസർ എഴുതാം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ അല്ലെങ്കിൽ തീം അനാലിസിസ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇത് 20 മാർക്സിനാണ് ചോദിക്കുക. 20 മാർക്സിന്. അപ്പൊ നമ്മൾ ആൻസർ എഴുതേണ്ടത് 350 to 400 വേർഡ്സിലാണ് നമ്മൾ എഴുതേണ്ടത്, ആൻസേഴ്സ് എഴുതേണ്ടത്. സെക്ഷൻ സിയിലാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇനി എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ടത് എന്ന് നോക്കാം. ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് നോട്ട്സ്. ഷോർട്ട് നോട്ട്സ് എന്ന ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഒരു തീമിനോ ഒരു ടേമിനോ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ലിറ്റററി ഫീച്ചറിനെ ഒക്കെ ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കാവലിയർ പോയിറ്റ്സ് അല്ലെങ്കിൽ പോയറ്റിക് ഡിക്ഷൻ. ഇങ്ങനെയൊക്കെ കൊടുത്താൽ ദേ ആർ എക്സ്പെക്ടിങ് അസ്, നമ്മളിൽ നിന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 100 വേർഡ്സിൽ ഉള്ള ഒരു ആൻസർ ആണ്. സോ വി ഹാവ് ടു റൈറ്റ് ആൻസർ ഇൻ 100 വേർഡ്സ്. അതേപോലെ തന്നെ ആ ആൻസറിൽ നമ്മൾ കീ ഡെഫിനിഷൻസ് നമ്മൾ അഡ്രസ് ചെയ്യണം. അതായത് ഡെഫിനിഷൻസ് കൃത്യമായിട്ട് നമ്മൾ എഴുതണം.
ആൻഡ് ഈ ഒരു ടൈപ്പ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഫോർമാറ്റ് ക്വസ്റ്റ്യൻസിന് 5 മാർക്സ് ആണ് വരിക. ഇവിടെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള നമ്മളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണ് എന്നുള്ളതാണ് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ കറക്റ്റ് ആയിട്ട് തന്നെ നമ്മളത് ഡിഫൈൻ ചെയ്ത് ഒരു 100 വേർഡ്സിൽ എഴുതേണ്ടതാണ്. ആൻഡ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് മീഡിയം ലെങ്ത് ആൻസേഴ്സ് അല്ലെങ്കിൽ മീഡിയം ലെങ്ത് എസ്സേസ് ചോദിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ആൻസർ എഴുതണം. അത് 250 വേർഡ്സിലാണ് എഴുതേണ്ടത്. 300 വേർഡ്സിൽ എഴുതിയാലും കുഴപ്പമില്ല, 10 മാർക്സിനാണ് അവിടെ വരിക. ഇവിടെ നമ്മളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ ആണ്, ക്ലിയർ എക്സ്പ്ലനേഷൻ ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. മീഡിയം ലെങ്ത് എസ്സേ ആണ്, അതുകൊണ്ട് തന്നെ 5 മാർക്കിനല്ല 10 മാർക്കിനാണ് ചോദിക്കുക. സോ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആൻസർ എഴുതണം. ടെക്സ്റ്റിലുള്ള ഇല്ലുസ്ട്രേഷൻസ് അല്ലെങ്കിൽ എക്സാമ്പിൾസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഇതിന് നമ്മൾ ആൻസർ എഴുതാനായിട്ട്. Now coming to next type, അതായത് ലോങ് എസ്സേ അല്ലെങ്കിൽ അനാലിസിസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 20 മാർക്സിനാണ് ചോദിക്കുക. സോ 350 to 500 അല്ലെങ്കിൽ 400 വേർഡ്സിൽ വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ക്രിറ്റിക്കലി അനലൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ആൻസർ എഴുതാൻ. കുറച്ചുകൂടി ലെങ്ത് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ടെക്സ്റ്റിലെ എക്സാമ്പിൾസും എവിഡൻസസും ഒക്കെ വെച്ചിട്ട് വേണം നമ്മൾ ആൻസേഴ്സ് എഴുതാൻ. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഡിസ്കസ് ലിസിഡാസ് ആസ് എ പാസ്റ്ററൽ എലജി. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം നമ്മൾ ആ ഒരു ആൻസർ വളരെ ഡീറ്റെയിൽ ആയിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. എന്താണ് പാസ്റ്ററൽ എലജി എന്ന് എഴുതണം, ലിസിഡാസിനെ കുറിച്ചിട്ട് എഴുതണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വളരെ കോംപ്രഹെൻഡ് ആയിട്ട് എന്നാൽ വളരെ ക്ലിയർ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാൻ. 20 മാർക്സ് ആണ്. സോ 400 അല്ലെങ്കിൽ 500 വേർഡ്സിൽ വേണം നമ്മൾ ആൻസർ എഴുതാൻ. നെക്സ്റ്റ് ഫോർത്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ ഓർ തീം അനാലിസിസ്. ക്യാരക്ടർ അനാലിസിസ് അല്ലെങ്കിൽ തീം അനാലിസിസ്. ഇത് സെക്ഷൻ സിയിലാണ് ചോദിക്കാം, 20 മാർക്സിനാണ് ചോദിക്കാം. സോ അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് അവർ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആൻസർ എഴുതുകയും വേണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബൊസോള, ക്യാരക്ടർ അനാലിസിസ് ഓഫ് ബൊസോള ഇൻ ദ ഡച്ചസ് ഓഫ് മാൽഫി എന്ന് പറയുമ്പോൾ ബൊസോള ആരാണ്, ഡച്ചസ് ഓഫ് മാൽഫി എന്ന് പറയുന്ന വർക്കിന്റെ തീം എന്താണ്, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, എന്താണ് അതിൽ മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഒപ്പം തന്നെ ബൊസോളയെ കുറിച്ചിട്ടും ബൊസോളയുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ടും എക്സാമ്പിൾസും എവിഡൻസസും വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. സോ ഇവിടെ നമ്മൾ 350 to 400 അല്ലെങ്കിൽ 500 വേർഡ്സിൽ വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടേം ആൻഡ് എക്സാംസ് ജൂൺ 2022, ഡിസംബർ 2022, ജൂൺ 2023, ഡിസംബർ 2023, ഡിസംബർ 2024 വരെയുള്ള ടേം ആൻഡ് എക്സാംസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബ്ലോക്ക് അല്ലെങ്കിൽ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ്. അതുപോലെ ജൂൺ 2022, ഡിസംബർ 2022, ജൂൺ 2023, ഡിസംബർ 2023, ഡിസംബർ 2024, ദെൻ ടോട്ടൽ പെർസെൻറ്റേജ് ഷെയർ എന്നിങ്ങനെ നമ്മളൊരു ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് 1 യൂണിറ്റ് വെബ്സ്റ്റർ അല്ലെങ്കിൽ മാൽഫി എന്ന് പറയുന്ന ഡച്ചസ് ഓഫ് മാൽഫി എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിൽ നിന്നും ജൂൺ 2022 35, ഡിസംബർ 2022 36, ജൂൺ 2023 33, ഡിസംബർ 2023 34, ദെൻ ഡിസംബർ 2024 34. അങ്ങനെ ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് ഷെയർ 34% ആണ് മാർക്സ് ഇവിടെ നിന്നും വന്നിരിക്കുന്നത്. എഗെയിൻ നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 2 മിൽട്ടൺ 26, 24, 27, 25, 24 and total percentage share is 25%. Next coming to block 3 Dryden നോക്കുമ്പോൾ 18, 16, 17, 15, 17, total percentage share is 17%. Again coming to block 4 Pop 21, 24, 23, 26, 25. Total percentage share is 24%. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പിജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക.
അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം. സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 5 പാസ്റ്റ് ടേം ആൻഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആവറേജ് മാർക്സ് പെർ ബ്ലോക്ക്. ആ സെയിം കാര്യം തന്നെ നമ്മൾ ഇവിടെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷനിലൂടെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എസ്സേസ് എന്ന് പറയുന്നത് ഒരു യെല്ലോ ലൈനിലാണ്. ദെൻ മീഡിയം ആൻസേഴ്സ് ഉണ്ട് 10 മാർക്കിന്റെ. അതേപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് കൊടുത്തിട്ടുണ്ട് ഡോട്ടഡ് ലൈൻസ് ആയിട്ട്. പിന്നെ ക്യാരക്ടർ അല്ലെങ്കിൽ തീം അനാലിസിസ് കൊടുത്തിട്ടുണ്ട് ഒരു വയലറ്റ് അല്ലെങ്കിൽ ലാവൻഡർ ഷെയ്ഡിൽ ഡോട്ടഡ് ലൈൻസ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി പാറ്റേൺ ഹൈലൈറ്റ്സ് നമുക്ക് അറിയുന്ന പോലെ തന്നെ മീഡിയം ലെങ്ത്, അതായത് 10 മാർക്ക് ആൻസേഴ്സ്, മീഡിയം ലെങ്ത് ആൻസേഴ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ, അതിന്റെ ഒരു അത് കൂടുതലായിട്ടും ഇപ്പോൾ ഗ്രാജുവലി അതിന്റെ ഒരു ട്രെൻഡ് ഇൻക്രീസ് ചെയ്ത് വന്നിട്ടുണ്ട്. മുന്നത്തേക്കാൾ ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഷോർട്ട് നോട്ട്സ് റിമെയിൻ സ്റ്റേബിൾ, ഒരേപോലെ തന്നെയാണ്. അതായത് മുന്നേ നമ്മളിപ്പോൾ 2022 തൊട്ട് 24 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഒരേപോലെയുള്ള അല്ലെങ്കിൽ ഒരേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കാറ് ഷോർട്ട് നോട്ട്സിൽ. ഇനി ബ്ലോക്ക് 1 വെബ്സ്റ്റർ അല്ലെങ്കിൽ മാൽഫിയാണ് ഏറ്റവും, ഡച്ചസ് ഓഫ് മാൽഫി എന്നാണ് ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് വെയിറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ബ്ലോക്ക് 4 പോപ്പ് അല്ലെങ്കിൽ റേപ്പ് ഓഫ് ദ ലോക്ക് ഹാസ് സീൻ എ സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ റീസെന്റ് സെഷൻസ്. ഈ ബ്ലോക്കിൽ നിന്നും, അതായത് ബ്ലോക്ക് 4ൽ നിന്നും കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ഒരു അടുത്ത കാലത്തായിട്ട് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി പ്രിപ്പറേഷൻ ടിപ്സ് ആണ്. നമുക്കറിയാം ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 hours ആണ് എക്സാം, 100 മാർക്സിനാണ്. സോ അതുകൊണ്ട് തന്നെ 3 hours എന്ന് പറയുമ്പോൾ 180 മിനിറ്റ്സ് ആണ്, 100 മാർക്കിലാണ് ടോട്ടൽ വരുന്നത്. സോ നമ്മൾ ഇവിടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ടൈം മാനേജ് ചെയ്തുകൊണ്ട് തന്നെ ആൻസർ എഴുതണം. ഷോർട്ട് നോട്ട്സ് 5 മാർക്സിന് വരുന്നതാണ്. 4 to 5 ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. സോ 30 മിനിറ്റ്സ്, 6 to 8 മിനിറ്റ്സ് ഈച്ച്, ഓരോന്നിനും 6 to 8 മിനിറ്റ്സ് കൊടുത്തിട്ട് 30 മിനിറ്റ്സിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് മീഡിയം ആൻസേഴ്സ് 10 മാർക്സിന് വരുന്ന ചോദ്യമാണ് മീഡിയം ആൻസേഴ്സ്. 2 to 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. 40 to 50 മിനിറ്റ്സ് ആണ് ആ ഒരു ടോട്ടൽ സെക്ഷന് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് 15 മിനിറ്റ്സ് ഈച്ച്, ഓരോ ചോദ്യത്തിനും 15 മിനിറ്റ് വെച്ച് കൊടുക്കണം. ഇനി ലോങ് എസ്സേ അല്ലെങ്കിൽ ക്യാരക്ടർ അനാലിസിസ് ക്വസ്റ്റ്യൻ, അത് 20 മാർക്സിനാണ് വരിക. 3 to 4 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. 100 to 110 മിനിറ്റ്സ് ആണ് നമ്മൾ ടോട്ടൽ എടുക്കേണ്ടത്. ഓരോ ചോദ്യത്തിനും 30 മിനിറ്റ്സ് നമ്മൾ കൊടുക്കുക. 25 to 30 മിനിറ്റ്സ് കൊടുത്തിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ചോദ്യത്തിനും എത്ര സമയം അലോട്ട് ചെയ്ത് കൊടുക്കണം, അതിന്റെ മാർക്ക് അനുസരിച്ച് അതിന് സമയം അലോട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ആൻസേഴ്സ് എഴുതാൻ. ഒപ്പം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതി കഴിഞ്ഞാൽ നമ്മളൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എങ്കിലും വായിക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തുക ടോട്ടൽ നമ്മുടെ ആൻസർ ഷീറ്റ്. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ്, അതായത് ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യം ഫസ്റ്റ് വൺ ഇസ് അറ്റംപ്റ്റ് എ ക്യാരക്ടർ അനാലിസിസ് ഓഫ് ദ ഡച്ചസ് ഇൻ ദ ഡച്ചസ് ഓഫ് മാൽഫി. അപ്പിയറൻസസ് 6 times ആണ് വന്നിട്ടുള്ളത്. സോ ഇറ്റ് ഇസ് എ ടോപ്പ് റെലവെന്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ഡിസ്കസ് ലിസിഡാസ് പാസ്റ്ററൽ എലജി. അത് 5 times ആണ് ചോദിച്ചിട്ടുള്ളത്. അതും ഒരു ടോപ്പ് റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Third one is what features of the mock epic does the Rape of the Lock display? Appearances 5 times. So next is fourth question. Discuss Dryden's Macflecknoe as a satire. Appearances count 4 times. So ipo idana top 4 repeated questions. In top 5, fifth repeated most repeated question ennu parayunnana the characteristics of Jacobean drama. 4 തവണയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. ആൻഡ് ടോപ്പ് 6th ക്വസ്റ്റ്യൻ ഇസ് സിംബലിസം ആൻഡ് അലിഗറി ഇൻ ലെലഗ്രോ. അത് 4 times ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ടോപ്പ് 7th ക്വസ്റ്റ്യൻ ഇസ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ കാവലിയർ പോയറ്റ്സ്. അത് 4 times ആണ് വന്നിട്ടുള്ളത്. ഇനി ടോപ്പ് 8th ക്വസ്റ്റ്യൻ ആണ് കമന്റ് ഓൺ ദ മേജർ തീംസ് ഓഫ് ദ ഡച്ചസ് ഓഫ് മാൽഫി. 3 times ആണ് വന്നിട്ടുള്ളത്. Top 9th question, how does Pop parody epic conventions in The Rape of the Lock? 3 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. And the top 10th question, the character of Buzzola in the Duchess of Malfi. അത് 3 തവണയാണ് വന്നിട്ടുള്ളത്.
ഇവിടെ ഫ്രീക്വൻസി ടേബിൾ നമുക്ക് കാണാം. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട്, അതിന് ആവറേജ് മാർക്സും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ക്യാരക്ടർ അനാലിസിസ് ഓഫ് ഡച്ചസ് ഓഫ് മാൽഫി ബ്ലോക്ക് 1 യൂണിറ്റ് 4 വരുന്നതാണ്. 6 ടൈംസ് ആണ് അതിന്റെ അപ്പിയറൻസ്. ആവറേജ് മാർക്ക് ഇസ് 20. Now, Lycidas is a pastoral elegy എന്ന് പറയുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 3 വരുന്നതാണ്. 5 ടൈംസ് ആണ് അപ്പിയറൻസസ് ആൻഡ് ആവറേജ് മാർക്ക് ഇസ് 20. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫീച്ചേഴ്സ് ഓഫ് ദ മോക്ക് എപ്പിക് ഇൻ ദ റേപ്പ് ഓഫ് ദ ലോ. ബ്ലോക്ക് 4 യൂണിറ്റ് 3 വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പിയറൻസ് 5 ടൈംസ്, ആവറേജ് മാർക്ക് ഇസ് 20. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാക് ഫ്ലക്നോയ് ആസ് എ സറ്റയർ. ബ്ലോക്ക് 3 യൂണിറ്റ് 3 വരുന്ന യൂണിറ്റ് 3 ആൻഡ് 4 വരുന്ന ഒരു ചോദ്യമാണ്. 4 ടൈംസ് ആണ് അപ്പിയറൻസ് ആൻഡ് ആവറേജ് മാർക്ക് ഇസ് 20. Now next question is characteristic of Jacobean drama. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 2 വരുന്ന ഒരു ചോദ്യമാണ്. 4 ടൈംസ് ആണ് അപ്പിയറൻസ്, ആവറേജ് മാർക്ക് ഇസ് 10. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിംബോളിസം ആൻഡ് അലിഗറി ഇൻ എൽ എലഗ്രൂ. ബ്ലോക്ക് 2 യൂണിറ്റ് 4 വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പിയറൻസ് 4 ടൈംസ് ആൻഡ് ആവറേജ് മാർക്ക് 10. Now ഷോർട്ട് നോട്ട്സ് ഓൺ കവലിയർ പോയറ്റ്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ബ്ലോക്ക് 2 യൂണിറ്റ് 1 വരുന്നതാണ്. 4 ടൈംസ് ആണ് അതിന്റെ അപ്പിയറൻസ്, ആവറേജ് മാർക്ക് 5 മാർക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മേജർ തീംസ് ഓഫ് ദ ഡച്ചസ് ഓഫ് മാൽഫി. ബ്ലോക്ക് 1 യൂണിറ്റ് 3 വരുന്നതാണ്. 3 ടൈംസ് ആണ് അതിന്റെ അപ്പിയറൻസ് ആൻഡ് ആവറേജ് മാർക്ക് 10. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാരഡി ഓഫ് എപ്പിക് കൺവെൻഷൻസ് ഇൻ ദ റേപ്പ് ഓഫ് ദ ലോ. ബ്ലോക്ക് 4 യൂണിറ്റ് 3 വരുന്നതാണ്. 3 ടൈംസ് ആണ് അതിന്റെ അപ്പിയറൻസ് ആൻഡ് ആവറേജ് മാർക്ക് ഇസ് 20. Now character of Buzula in the Duchess of Malfi. ബ്ലോക്ക് 1 യൂണിറ്റ് 4 വരുന്നതാണ്. 3 ടൈംസ് ആണ് അതിന്റെ അപ്പിയറൻസ് ആൻഡ് ആവറേജ് മാർക്ക് ഇസ് 10. ഈ സെയിം കാര്യം തന്നെ ഇവിടെ വിഷ്വലി റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ഒരു പൈ ചാർട്ടിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം പെർസെന്റേജ് ഓഫ് ടോട്ടൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ ഓരോ കളർ ഗ്രേഡ് വെച്ചിട്ട് ഓരോ ക്വസ്റ്റിന് ഓരോ പെർസെൻറ്റേജ് കൊടുത്തിട്ട് ഇവിടെ കാണാം. ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിരിക്കുന്ന ചോദ്യം അതിന് ഏറ്റവും പെർസെൻറ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കളർ ഗ്രേഡും വെച്ചിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. നൗ സ്ട്രാറ്റജിക് അഡ്വൈസ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോദ്യം പേപ്പർ വായിച്ചു നോക്കണം. എത്ര മാർക്ക് ഓരോ ക്വസ്റ്റ്യനും ഉണ്ട്, അതിനനുസരിച്ച് ടൈം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എഴുതണം എന്നൊക്കെ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയാണ് റിവിഷൻ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സ്ട്രാറ്റജിക് അഡ്വൈസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രാക്ടീസ് ഈച്ച് ഓഫ് ദീസ് ഹൈ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ട്വൈസ്. 2 തവണയെങ്കിലും നമ്മൾ ഇവിടെ പറഞ്ഞിട്ടിരിക്കുന്ന ഹൈ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. 5 മിനിറ്റ്സിൽ നമ്മൾ ഒരു പോയിന്റ്സ് മെയിൻ പോയിന്റ്സ് ഔട്ട്ലൈൻ ചെയ്യുക. അതുപോലെ തന്നെ 12 to 25 മിനിറ്റ്സിൽ നമ്മൾ ഫുൾ ആൻസർ എഴുതി കഴിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രാക്ടീസ് ചെയ്യുക ആൻഡ് യൂസ് മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം ടു സെൽഫ് അസസ്. നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ ആൻസേഴ്സ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ സെൽഫ് അസസ് ചെയ്യുക. ഇത് തന്നെയാണോ ഞാൻ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് അസസ് ചെയ്യുക. അതുപോലെ തന്നെ write one answer from memory, another using open book notes to ensure you can recall and adapt content flexibly in the exam. നമ്മളൊരു ആൻസർ നമ്മൾ മനസ്സിൽ നിന്ന് നമ്മൾ പഠിച്ച ബൈ ഹാർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഴുതി നോക്കുക. ഒന്ന് നമ്മൾ ഓപ്പൺ ബുക്ക് തുറന്നു വെച്ചിട്ട് നോക്കുക. എന്നിട്ട് നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എത്രത്തോളം നമുക്ക് റീകോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ആൻസേഴ്സ് എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PhD നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. അതായത് ഓരോ ടോപ്പിക്കും എത്രത്തോളം പ്രോബബിലിറ്റി ഉണ്ട്, എത്ര ശതമാനം പ്രോബബിലിറ്റി സാധ്യതയുണ്ട് എക്സാമിന് വരാൻ എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഫൂട്ട് നോട്ട്സും കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4 എന്ന് പറഞ്ഞ് ചെറിയൊരു ഫൂട്ട് നോട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ജസ്റ്റിഫിക്കേഷൻ, എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സാധ്യതാ പട്ടിക നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് 10 ടേം ആൻഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് 1, ഫസ്റ്റ് വൺ, ബ്ലോക്ക് 1 യൂണിറ്റ് 4 ഡച്ചസ് ടോപ്പിക് എന്ന് പറയുന്നത് ഡച്ചസ് ക്യാരക്ടർ അനാലിസിസ്. 60% പ്രോബബിലിറ്റി ആണ്, സാധ്യതയാണ് നമ്മൾ കണക്കാക്കുന്നത്. മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ്. സാധ്യത എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ ഇറ്റ് അപ്പിയേർഡ് ഇൻ 6 ഓഫ് ലാസ്റ്റ് 10 പേപ്പേഴ്സ്. 10 പേപ്പറുകളിൽ 6 ചോദ്യപേപ്പറിലും വന്നിട്ടുണ്ട്. അതിന്റെ ബേസിലാണ് നമ്മൾ 60% പ്രോബബിലിറ്റി പറയുന്നത്. സോ അഗെയിൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3 മേജർ തീംസ് ഇൻ ദ ഡച്ചസ് ഓഫ് മാൽഫി 30% ആണ്, ലോ പ്രോബബിലിറ്റി ആണ്. അപ്പിയേർഡ് 3 ഓഫ് 10 ടേം ആൻഡ് എക്സാംസ്. 3 ചോദ്യപേപ്പറുകളിലാണ് വന്നിട്ടുള്ളത്. 10 എണ്ണത്തിൽ 3 എണ്ണത്തിൽ വന്നിട്ടുണ്ട്. Again, block 1, unit 1, Jacobean drama features 40% probability, medium probability. 4 ചോദ്യപേപ്പറുകളിലാണ്, 10 എണ്ണത്തിൽ 4 എണ്ണത്തിലാണ് വന്നിരിക്കുന്നത്. Block 2, unit 3, Lycidas pastoral elegy, 50% probability, medium probability. And last 10 ചോദ്യപേപ്പറുകളിൽ 5 എണ്ണത്തിലും വന്നിട്ടുണ്ട്, ആസ് സെക്ഷൻ സിയിൽ വന്നിട്ടുണ്ട്. Block 2, Unit 4, Symbolism and Allegory in Del Allegro, 40% probability, medium probability. Last 10 ചോദ്യപേപ്പറുകളിൽ 4 ചോദ്യപേപ്പറിലും മീഡിയം അല്ലെങ്കിൽ മിഡിൽ വെയിറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ബ്ലോക്ക് 2, യൂണിറ്റ് 1, Cavalier or Metaphysical Poets. 40% പ്രോബബിലിറ്റി ആണ്, മീഡിയം പ്രോബബിലിറ്റി ആണ്. 6 times ആണ്, recurs in short notes. അതായത് ഷോർട്ട് നോട്ട്സ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. Now coming to block 3, unit 3, Mac Flecknoy satire, 40% probability, medium probability ആണ്. 4 times ആണ് ചോദിച്ചിട്ടുള്ളത്. essay ആയിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ലാസ്റ്റ് 10 ചോദ്യപേപ്പറുകളിൽ 4 ചോദ്യപേപ്പറിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ഇസ് ബ്ലോക്ക് 4, യൂണിറ്റ് 3, മോക്ക് എപ്പിക് ഇൻ ദ റേപ്പ് ഓഫ് ദ ലോക്ക്. 50% പ്രോബബിലിറ്റി ആണ്, മീഡിയം പ്രോബബിലിറ്റി ആണ്. 5 ചോദ്യപേപ്പറുകളിലാണ് വന്നിട്ടുള്ളത്. Then block 4, unit 3, parody of epic conventions, 30% probability, low probability, 3 out of 10 question paperൽ വന്നിട്ടുണ്ട്. Then block 1, unit 4, character of Bozola, 30% low probability, 3 ചോദ്യപേപ്പറുകളിൽ 10 എണ്ണത്തിൽ 3 എണ്ണത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഹൈ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 70% ആണ്. പക്ഷെ ഗ്രേറ്റർ ദാൻ 70% എവിടെയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, ഒരു ടോപ്പിക്കും ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷേ ഡച്ചസിന്റെ അനാലിസിസും ലിസിഡാസും മോക്ക് എപ്പിക്കൊക്കെ ഒരു മീഡിയത്തിനേക്കാൾ കൂടുതൽ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഹൈ പ്രയോറിറ്റി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും മീഡിയത്തിനേക്കാൾ കുറച്ച് കൂടുതൽ പ്രയോറിറ്റി നമുക്ക് ആ ടോപ്പിക്സിന് കൊടുക്കണം. ഇനി മീഡിയം പ്രയോറിറ്റി എന്ന് പറയുന്നത് 40 to 69% വന്നിരിക്കുന്നതാണ് മീഡിയം പ്രയോറിറ്റി. മീഡിയം പ്രയോറിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് ഇവിടെ ഡച്ചസ് ക്യാരക്ടർ അനാലിസിസ്, അതേപോലെ തന്നെ ഡച്ചസിന്റെ ക്യാരക്ടർ അനാലിസിസ്, അതേപോലെ ലെസിഡാസ് പാസ്റ്ററൽ എലജി, മോക്ക് എപ്പിക് ഇൻ റേപ്പ് ഓഫ് ദ ലോക്ക്, ജാക്കോബിയൻ ഡ്രാമ ഫീച്ചേഴ്സ്, സിംബലിസം ഇൻ അലെഗ്രോ, മാക് ഫ്ലിക്നോയ്, സറ്റയർ, കെവാലിയർ ഓർ മെറ്റാഫിസിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത് മീഡിയം പ്രയോറിറ്റിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ടോപ്പിക്സ് ആണ്. ഇനി ഈ ടോപ്പിക്സ് നമ്മൾ പഠിക്കാൻ ടീച്ച് ബാക്ക് ടെക്നിക്ക് യൂസ് ചെയ്യാം. ടീച്ച് ബാക്ക് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഒരു ഫ്രണ്ടിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ അവിടെ ഇമാജിൻ ചെയ്യാം നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട്, ആൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണെന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് പഠിക്കാം. പിന്നെ ഔട്ട്ലൈൻ മാപ്പോ അല്ലെങ്കിൽ മൈൻഡ് മാപ്പോ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ പ്രാക്ടീസ് എസ്സേ ആൻഡ് ഷോർട്ട് ആൻസേഴ്സ് യൂസിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ടൈമിംഗ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ലോ പ്രയോറിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് തീംസ് ഇൻ ഡച്ചസ്, അതുപോലെ തന്നെ ബൊസോള, പാരഡി ഇൻ റേപ്പ് ഓഫ് ദ ലോക്ക് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നേരത്തെ ടേബിളിൽ കണ്ടല്ലോ, ലോ പ്രയോറിറ്റിയിൽ നമ്മൾ കൊടുത്തത്. അപ്പൊ ഇതിന് നമുക്ക് ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്ത് പഠിക്കാം. അതേപോലെ തന്നെ നമുക്കൊരു സ്ട്രക്ചേർഡ് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കാം. പിന്നെ ജസ്റ്റ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് നമുക്ക് ജസ്റ്റ് സ്കിമ്മിങ് ചെയ്യാം, അതായത് വായിച്ചു വിടാം. നമുക്ക് ആൻസേഴ്സ് ഒക്കെ ഒന്ന് വായിച്ചു വിടാം. നമുക്കറിയാം ഇത് ലോ പ്രയോറിറ്റി ആണ്, എന്നാലും നമ്മളിത് വായിക്കേണ്ടതുണ്ട്. എന്നാൽ ഹൈ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസിന് കൊടുക്കുന്ന അത്രയും ടൈമും ഫോക്കസും ലോ പ്രയോറിറ്റിക്ക് കൊടുക്കേണ്ടതില്ല. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഫുട് നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 1, 2, 3, 4 എന്ന് പറയുന്ന ഫുട് നോട്ട്സ്. അപ്പൊ 1 എന്ന് പറയുന്നത് ഡച്ചസിന്റെ അത് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലോങ് ആൻസർ സെക്ഷനിലാണ് കൂടുതലും ഡോമിനന്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫുട് നോട്ട് 2 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മേജർ തീംസ് ഇൻ ഡച്ചസ്, അത് മിഡ് ലെങ്ത് എസ്സേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലെസ് ഫ്രീക്വന്റ്ലി ചോദിക്കുന്നതാണ്.
ഇനി ഫുട് നോട്ട് 3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ജാക്കോബിയൻ ഡ്രാമ. ഇത് ഷോർട്ട് നോട്ട് ആയിട്ടാണ് ചോദിക്കാറ്, അല്ലെങ്കിൽ 10 മാർക്കിനുള്ള ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഫുട് നോട്ട് നമ്പർ 4 ലിസിഡാസ് എസ് എലജി എന്ന് പറയുന്നത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്, സെക്ഷൻ സിയിൽ ചോദിക്കുന്നതാണ്. അതുപോലെ ഫുട് നോട്ട് നമ്പർ 5 ലലഗ്രോ സിംബലിസം അല്ലെങ്കിൽ അലിഗറി എന്ന് പറയുന്നത് മിഡ് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പിന്നെ ഫുട് നോട്ട് നമ്പർ 6 കവാലിയർ അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്ന് പറയുന്നത് സെക്ഷൻ എയിൽ ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി ഫുട് നോട്ട് നമ്പർ 7 മാക്ഫ്ലെക്നോയ് സറ്റയർ ഇറ്റ് അപ്പിയേഴ്സ് ഇൻ എവറി അതർ സെക്ഷൻസ് ഓഫൺ ഇൻ സെക്ഷൻ സി. സെക്ഷൻ സിയിലാണ് കൂടുതലായിട്ടും മാക്ഫ്ലെക്നോയ് സറ്റയർ എന്നുള്ള ചോദ്യം ചോദിക്കാറ്, എന്നാലും അതർ സെക്ഷൻസിൽ എയിലും ബിയിലും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഫുട് നോട്ട് നമ്പർ 8 എന്ന് പറയുന്ന മോക്ക് എപ്പിക് ഇൻ ദ റേപ്പ് ഓഫ് ദ ലോക്ക്, ഇതൊരു സെൻട്രൽ തീമാണ്. അതുപോലെ തന്നെ ഈ ചോദ്യവും നമ്മുടെ ചോദ്യപേപ്പറിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. നൗ ഫുട് നോട്ട് നമ്പർ 9 പാരഡി ടോപ്പിക്, അത് ലെസ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. അധികം ചോദിക്കാത്ത ചോദ്യമാണ്, എന്നിരുന്നാലും നമ്മൾ ചില ചോദ്യപേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് പഠിക്കാതെ വിടരുത്. പിന്നെ ഫുട് നോട്ട് നമ്പർ 10 ബൊസോളോസ് ക്യാരക്ടർ. ഈ ബൊസോളോസ് ക്യാരക്ടർ അനാലിസിസ് ആണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ചോദ്യപേപ്പറുകളിൽ കൂടുതലും സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജൂൺ 2025 BEGC 107 ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ 17th and 18th century. ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. മാക്സിമം മാർക്സ് 100 ആണ്. ഇവിടെ നമുക്ക് സെക്ഷൻ A, B, C എന്ന് പറയുന്ന 3 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റൻഡ് ഓൾ സെക്ഷൻസ് ആൻഡ് റൈറ്റ് ഓൾ ആൻസേഴ്സ് നീറ്റ്ലി എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഇനി സെക്ഷൻ എയിലേക്ക് വരുമ്പോൾ നമുക്ക് എനി 4 ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. 4 into 5 20 മാർക്സ് ആണ് ഇൻ ടോട്ടൽ നമുക്ക് സെക്ഷൻ എയിൽ നിന്നും കിട്ടുന്നത്. അതായത് ഓരോ ചോദ്യത്തിനും 5 മാർക്ക്, അങ്ങനെ 4 ചോദ്യങ്ങൾ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാം. 4 into 5 ടോട്ടൽ സെക്ഷൻ എയിൽ നിന്നും നമുക്ക് 20 മാർക്കാണ് കിട്ടുന്നത്. ഇനി കമ്മിങ് ടു സെക്ഷൻ ബി. സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ്. എനി 2 ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. 10 മാർക്കാണ് ഓരോന്നിനും. സോ 2 into 10 20 ആണ് നമുക്ക് സെക്ഷൻ ബിയിൽ നിന്നും ടോട്ടൽ കിട്ടുന്നത്. ഇനി കമ്മിങ് ടു സെക്ഷൻ സി എന്ന് പറയുന്നത് എനി 3 ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ മതി. ഓരോന്നിനും 20 മാർക്കാണ്. സോ 3 into 20 ടോട്ടൽ 60 മാർക്കാണ് നമുക്ക് സെക്ഷൻ സിയിൽ നിന്നും കിട്ടുന്നത്. സോ ഇതാണ് നമ്മളുടെ ഒരു മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3 സെക്ഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ സെക്ഷനും നമ്മൾ നോക്കുക. ഫസ്റ്റ് സെക്ഷൻ ഷോർട്ട് നോട്ട്സ് ആണ്. 5 മാർക്കാണ് ഓരോ ചോദ്യത്തിനും. 4 എണ്ണം അറ്റംപ്റ്റ് ചെയ്താൽ മതി. ടോട്ടൽ 20 മാർക്ക് സെക്ഷൻ എയിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ നമുക്ക് സെക്ഷൻ ബിയിൽ നോക്കുകയാണെങ്കിൽ ഓരോ ചോദ്യത്തിനും 10 മാർക്കാണ്. 2 ചോദ്യം അറ്റംപ്റ്റ് ചെയ്താൽ മതി. സോ 2 into 10 20 മാർക്ക്. അതുപോലെ സി വരികയാണെങ്കിൽ എനി 3 3 എണ്ണം ഏതെങ്കിലും 3 എണ്ണം അറ്റംപ്റ്റ് ചെയ്താൽ വേണ്ടി മതി. ഓരോന്നിനും 20 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ 60 മാർക്കാണ് സെക്ഷൻ സിയിൽ നിന്ന് വരുന്നത്. സോ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഹൈ പ്രയോറിറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കുക. ആൻഡ് വളരെ എക്സലന്റ് സ്കോറോട് കൂടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പാസ്സാവാനായിട്ട് സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.